മറ്റൊരു കാര്യം ഫോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. 5-ാം വാക്യം. നമുക്ക് പലതരത്തിൽ കള്ളം പറയാം. നിങ്ങൾ ആത്മീയനല്ലാതിരിക്കുന്ന നിങ്ങൾ ആത്മീയനാണെന്നൊരു ധാരണ ആളുകൾക്ക് കൊടുക്കുന്നതിലൂടെ. നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്ന 1-ാമത്തെ പാവം അതായിരുന്നു. അനന്യാസിനെക്കുറിച്ചും സഫീറയെക്കുറിച്ചും 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ 1,00,000 രൂപയ്ക്ക് അവരവരുടെ ഭവനം വിറ്റു. അതിനുശേഷം 50,000 കൊടുത്തിട്ട് മുഴുവൻ കൊടുത്തതുപോലെ അവർ ഭാവിച്ചു. ദൈവത്തിന് അവരുടെ 1 രൂപയുടെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവരെല്ലാം കൊടുക്കുന്നതായിട്ട് അവർ ഭാവിച്ചു. പത്രോസ് അവരെ തുറന്നു കാട്ടി. ആ ഭാര്യയും ഭർത്താവിനെ അവർ മരിച്ചു. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ഫോഷ്ക്കും ഉണ്ടായിരുന്നില്ല, ഒരഭിനയവുമില്ലായിരുന്നു. ആന്തരികമായ ആത്മീയരല്ലാത്തപ്പോൾ അവരങ്ങനെയാണെന്ന് അഭിനയിച്ചില്ല. അവർ കളങ്കമില്ലാത്തവരായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരൊരു ചെറിയ കൂട്ടമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സംഖ്യ വളരെ വളരെ കുറവാണ്. ഞാൻ ഓർക്കുന്നു, വളരെ വലിയൊരു കൂട്ടം ആളുകൾ CFCയിൽ വന്നപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, ഇവിടെ ഏതാണ്ട് 600-ൽ പരം ആളുകളുണ്ട്, ഇവരിൽ എത്ര പേര് ശിഷ്യന്മാരായിട്ടുണ്ട്? 600 പേര് CFCയിലുണ്ടെന്ന് എനിക്ക് പ്രശംസിക്കാം. ഒരുപക്ഷെ ദൂതന്മാർ അവിടെ ഇരിക്കുന്നവരെ എണ്ണിയാൽ ഒരുപക്ഷെ അവർ പറയും, സായ്ക്കെ ഇവിടെ 35 പേരേ ഉള്ളൂ. ഈ സഭയിൽ 35 പേരേ ഉള്ളൂ, 600 പേരെ എനിക്ക് കാണാമല്ലോ. ശരിയാണ്, അവർ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വരുന്നു. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുഗമിക്കുന്നൊരു 35 ഉള്ളൂ. ഇത് എൻ്റെ ഒരു ഭാവന മാത്രമാണ്. ദൈവം എന്നോട് പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ദൈവം അങ്ങനെ പറയുമായിരിക്കും. യഥാർത്ഥ സംഖ്യ എനിക്കറിയില്ല, നിങ്ങളുടെ ഹൃദയം എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്നതിൽ മിക്ക ആളുകളുടെയും താല്പര്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി, ഇവിടെ ഇരിക്കുന്നവർ ചിലർ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് നമ്മുടെ ഈ സഭയിൽ വർദ്ധിച്ചു വരേണ്ടത്. നിങ്ങൾ വന്നതിൽ സന്തോഷം, എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അത് കാണുന്നത് ലൂക്കോസ് 9-ാം അധ്യായത്തിലാണ്. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, എങ്ങനെ അവനെ അനുഗമിക്കാൻ കഴിയും? ലൂക്കോസ് 9:23 വാക്യം. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ആർക്കും. യേശു ചോദിക്കുന്നു, നിനക്കെൻ്റെ പിന്നാലെ വരണോ? എൻ്റെ കാൽച്ചുവടുകളെ നിനക്ക് പിൻഗമിക്കണമോ? ആ 30 കൊല്ലം ഞാൻ നസ്രത്തിൽ ജീവിച്ച പോലെ നിനക്ക് ജീവിക്കണോ? നീ നിൻ്റെ സ്വയത്തോടെ ഇല്ല എന്ന് പറയണം. അതാണ് ഒന്നാമത്തെ കാര്യം. സ്വയത്തോടെ അതെ എന്നാണ് നാം ശിശുവായിരിക്കും തൊട്ട് പറഞ്ഞു പഠിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ കൈവിരലുകൾ ഒരു ശിശുവിൻ്റെ കൈക്കുള്ളിലേക്ക് വെച്ചാൽ നിങ്ങളുടെ വിരൽ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വയ്ക്കുന്നു, അവനത് മുറുകെ പിടിക്കും. ഈ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. നിങ്ങളുടെ വിരലുകളിൽ അവൻ മുറുകെ പിടിക്കും. ഈ മുറുകെ പിടിക്കുന്ന സ്വഭാവം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ തുടങ്ങിയതാണ്. അവൻ വളർന്നു വരുമ്പം ഇതുപോലെ തന്നെ മണ്ണ് കണ്ടാൽ അവൻ എടുക്കും, എന്ത് കണ്ടാലും അതിനെ മുറുകെ പിടിക്കും. അവൻ്റെ സഹോദരൻ്റെ കളിപ്പാട്ടം കണ്ടാലും അതും അവൻ മുറുകെ പിടിക്കും. കൈവശമാക്കുക. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാകുന്നത്. അമ്മേ, അവൻ എൻ്റെ കളിപ്പാട്ടം എടുത്തു. ഈ തട്ടിപ്പറി നമ്മളിൽ എല്ലാവരും ഉണ്ട്. യേശു ചോദിക്കുന്നത്, നിനക്കെന്നെ അനുഗമിക്കണോ? നിൻ്റെ കൈ തുറന്നു പിടിച്ച് നിന്നെ തന്നെ നിഷേധിക്കുക, പിടിച്ചു പറിക്കേണ്ട, മരിക്കുക. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വയത്തിന് മരിക്കുക, എല്ലാ ദിവസവും എന്നിട്ട് എന്നെ അനുഗമിക്കുക. ഈ 144,000 പേര് അവർ യേശു പോയിടത്തെല്ലാം അവനെ അനുഗമിച്ചു. അവരെങ്ങനെ അനുഗമിച്ച്? ഈ ക്രൂശ് എടുത്തുകൊണ്ടാണ്. അങ്ങനെ മാത്രമേ അവനെ അനുഗമിക്കാൻ കഴിയൂ. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. യേശു പിതാവിനെ പ്രസാദിപ്പിച്ചത് ദിനം പ്രതി ഈ ക്രൂശ് എടുത്തുകൊണ്ടാണ്. താൻ ജീവിച്ച 33.5 വർഷവും അവസാനം ഒരു മരക്കുരിശിൽ അവൻ മരിച്ചു. എന്നാൽ എല്ലാ ദിവസവും അവൻ ഒരു ആന്തരിക കുരിശ് വഹിച്ചു. സമയത്തിൻ്റെ പരിമിതി മുതൽ അതെല്ലാം ഇപ്പം കാണിക്കാനായിട്ട് കഴിയില്ല. ഉദാഹരണത്തിന് മത്തായി 12 നിങ്ങൾ വായിച്ചു നോക്കുക. പരീശന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനാണ്. അവൻ സ്വയത്തിന് മരിച്ചു, എന്നിട്ട് അവൻ അവരോട് ക്ഷമിച്ചു. മത്തായി 12 വായിച്ചാൽ നിങ്ങൾക്കത് കാണാം. നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണ് അവൻ ജീവിച്ചത്. തനിക്ക് വേണ്ടി അവൻ ഒന്നും അന്വേഷിച്ചില്ല. തൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് അവൻ സ്വയത്തെ ത്യജിച്ചു.
അതവൻ എല്ലാ ദിവസവും ചെയ്തു. അവൻ അങ്ങനെ ജീവിക്കാതെ ലൂക്കോസ് 9:23 എന്നോടങ്ങനെ ജീവിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുമോ? ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, എൻ്റെ ജീവിതം വളരെ സന്തോഷമുള്ളതാണ്. സദൃശവാക്യം 14:14 നല്ല മനുഷ്യന് തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. എനിക്കെൻ്റെ കൈ ഉയർത്തിക്കൊണ്ട് പറയാൻ കഴിയും, ഞാൻ ആവേശത്തോടെയാണ് ജീവിക്കുന്നത്. വളരെ ആവേശത്തോടെ. സമയം പോകുന്നതനുസരിച്ച് ആ ആവേശം കൂടുകയാണ്. അതിന് കാരണം സ്വയത്തിന് എങ്ങനെ മരിക്കണമെന്ന് എനിക്ക് മനസ്സിലായതാണ്. എല്ലാ ദിവസവും അങ്ങനെ യേശുവിനെ അനുഗമിക്കാൻ കഴിയൂ. ചില കാര്യങ്ങളിൽ എന്നോട് വാദിക്കാനായിട്ട് ചില ആളുകൾ എൻ്റെ അടുക്ക് വരാറുണ്ട്. ഞാൻ മൗനമായിട്ടിരിക്കും. അവർ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് തോന്നിക്കോട്ടെ. ഞാൻ വാദിക്കാൻ പോകില്ല. കാരണം എഫേസ്യർ 6:12 പറയുന്നത്, നാം ജഡരക്തങ്ങളോട് പോരാടുന്നില്ല. നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല. അത് മനോഹരമായൊരു വാക്യമാണ്. എഫേസ്യർ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എന്നാൽ നമ്മൾ പോരാടുന്നത് അത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. ഒരു മനുഷ്യനോട് ഒരിക്കലും ഞാൻ പോരാടുകയില്ല. വസ്തുവകൾക്ക് വേണ്ടി പോരാടില്ല. പണത്തിനു വേണ്ടി, എൻ്റെ മാനത്തിനു വേണ്ടിയോ ഒന്നിനു വേണ്ടി ഞാൻ പൊരുതില്ല. ഉപദേശത്തിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ പോരാടില്ല. ഞാൻ എൻ്റെ ഉപദേശം പറയും, നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. കാരണം ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രമാണമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് സാത്താൻ്റെ മേൽ അധികാരം വേണോ? ജഡരക്തങ്ങളോട് പോരാടരുത്. ആരെങ്കിലും നിന്നോട് പോരാടാൻ വന്നാൽ മരിക്കുക. മരിച്ച മനുഷ്യൻ പോരാടുമോ? ഇല്ല. സ്വയത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. നിൻ്റെ ഭർത്താവ് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൻ്റെ അടുക്ക് വരുമ്പോൾ മരിക്കുക. നീ ഒരു മരിച്ചവളാണെങ്കിൽ നിനക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? നിൻ്റെ ഭാര്യ കോപത്തോടെ നിൻ്റെ അടുക്ക് വരുമ്പം മരിക്കുക. നീ പറയും, അതനുവദിച്ചാൽ അവൾ ഈ വീടിൻ്റെ തലയാകില്ലേ? ഭവനത്തിൻ്റെ അധികാരം അവൾക്ക് കൊടുക്കണ്ട. നീ തലയായിരിക്കുക, എന്നാൽ നീ കോപിക്കേണ്ട ആവശ്യമില്ല. അവളോട് ക്ഷമിക്കുക. നീ തന്നെ ഭവനത്തിൻ്റെ തലയായിരിക്കുക. എല്ലാ ദിവസവും നീ ഈ ക്രൂശ് എടുക്കണം. കർത്താവ് പറയുന്നത്, നിനക്ക് പിശാചിന്മേൽ ജയം വേണോ? ജഡരക്തങ്ങളോട് ഒരിക്കലും പോരാടുകയില്ലെന്ന് തീരുമാനിക്കുക. ആളുകൾ നിന്നോട് പൊരുതാൻ വന്നാൽ ഒരു മരിച്ച മനുഷ്യനെ പോലെ പ്രതികരിക്കുക. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അതിൻ്റെ ഫലം ഞാൻ പറയട്ടെ. അനേക വർഷങ്ങളായിട്ട് ഭൂതബാധിതരായ പലരും ഞങ്ങളുടെ അടുക്കലേക്ക് വരാറുണ്ട്. ഞാൻ അവരോട് യേശുവിൻ്റെ നാമത്തിൽ ഇവനെ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ സമയത്തും ആ ഭൂതം അവരെ വിട്ടുപോയിട്ടുണ്ട്. രണ്ടാമതൊരിക്കൽ കൂടി പറയേണ്ടി വന്നിട്ടില്ല. ചില ആളുകൾ ചെയ്യുന്ന പോലെ ഒച്ചപ്പാടൊന്നും എനിക്ക് എടുക്കേണ്ടി വരില്ല. ഒരിക്കലെ ഭൂതബാധിതനായ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവരെന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പം പെന്തക്കോസ്തുകാരനായ ഒരാൾ അവിടെ ഉണ്ട്. അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്തൊക്കെ പറയുകയാണ്. എന്നെ വിളിച്ച ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഇവരിൽ ആരാണ് ഭൂതബാധിതൻ? ഈ ആളാണോ ആ ആളാണോ? അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയുക, അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം നമുക്ക് ഈ ഭൂതത്തെ പുറത്താകാം. അവരദ്ദേഹത്തോട് പുറത്തു പോകാൻ പറഞ്ഞു. ആ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഭൂതത്തോട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ അവളോട് പറഞ്ഞു, യേശുവിനെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുക. അവിടെ വായിൽ കൂടെ മറ്റൊരു ശബ്ദത്തിൽ, ഇവളോട് യേശുവിനെ സ്വീകരിക്കാൻ പറയുക, എന്നോടല്ല. അത് ഭൂതമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പിശാചെ, യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോവുക. പോയി. എന്നാൽ ജഡരക്തങ്ങളോട് ഞാൻ പൊരുതുന്നവനാണെങ്കിൽ, എൻ്റെ ഭാര്യയോട് വീട്ടിൽ ഞാൻ പൊരുതുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് അന്യായം ചെയ്ത ഒരാളോട് ഞാൻ പോരാടുന്നെങ്കിൽ, ആ പിശാച് എന്നെ നോക്കി ചിരിച്ചേനെ. ആഹാ, നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരമില്ല. എൻ്റെ സഹോദരി, നിനക്ക് പിശാചിന്മേൽ അധികാരം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം പറയുന്നത് പിശാചിനെ നിൻ്റെ കാൽ കീഴിൽ അവൻ ചതയ്ക്കുമെന്നാണ്. റോമർ 16:20. നിങ്ങൾക്കത് വേണ്ടേ? നീ പിശാചിനെ ഭയക്കുന്നതിന് പകരം പിശാചല്ലേ നിന്നെ ഭയക്കേണ്ടത്? CFCയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരാനാണ്. നിങ്ങൾ നിശ്ചയിക്കണം, ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കും. മനുഷ്യൻ്റെ മാനത്തിന് പിന്നാലെ നിങ്ങൾ ഓടില്ലെന്ന്.
ദൈവത്തിൻ്റെ മാനം അന്വേഷിക്കുക, നിങ്ങളെ തന്നെ നിഷേധിക്കുക. ഈ സഭയിൽ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക. ഇവിടെ വന്നിരുന്ന് സന്ദേശങ്ങൾ കേട്ടു പോവുകയല്ല. മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് ചോദിക്കുക, എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ജോലിയുണ്ടോ? എന്തെനിക്ക് ചെയ്യാൻ കഴിയും? നിങ്ങൾ പണം വാങ്ങാറില്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരാനും ദൈവം നിങ്ങളെ സഹായിക്കണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക, അവൻ്റെ അനുഗ്രഹമല്ല അന്വേഷിക്കേണ്ടത്. കേട്ടുകൊണ്ടിരുന്നതിനായിട്ട് നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം.